ബിഗ് ബോസ് മലയാളം സീസൺ 7 എപ്പിസോഡ് 61 റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബിഗ് ബോസ് ഇപ്പോൾ രാവിലെ തന്നെ പൊട്ടുകുത്തടി പിടവച്ചിട്ടടി എന്നൊക്കെ ഉള്ള പാട്ടാണ് ഇട്ട് കൊടുത്തത്. എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ട് എനർജറ്റിക് ആയിട്ട് ഡാൻസ് കളിക്കുന്നുണ്ട്. നൂബിൻ ഇപ്പോഴും സ്റ്റിൽ ബിഗ് ബോസ് ഹൗസിൽ തന്നെ ഉണ്ട്. അപ്പോൾ അവരുടെ കോംബോ ഒക്കെ കാണാൻ നല്ല രസമാണ്. അധികം കാര്യങ്ങളിലൊന്നും നൂബിൻ അങ്ങനെ ഇടപെടാറില്ല. ഭയങ്കര സർട്ടിലായിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്. ഇതിനകത്ത് ശ്രദ്ധിക്കുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിസേലിനെ ചെറുതായിട്ടൊന്ന് ആര്യൻ തഴയുന്നുണ്ട് ഇപ്പം കഴിഞ്ഞ ദിവസം തന്നെ ജിസേൽ ഇങ്ങനെ അനീഷിൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു ലക്ഷ്മിയുമായിട്ടുള്ള ആര്യൻ്റെ ഒരു കൂട്ടിനെ കുറിച്ച്. ജിസേലിനെ ചെറുതായിട്ട് ഒഴിവാക്കിക്കൊണ്ടാണ് ആര്യൻ ഇപ്പം മറ്റുള്ളവരോട് കൂട്ടുകൂടാൻ പോകുന്നത്. എന്തായാലും വരും ദിവസങ്ങൾ അതിനെക്കുറിച്ച് നമുക്ക് കാണാം. അതിനുശേഷം നൂബിൻ പോകാൻ സമയമായി എന്നുള്ളതിൻ്റെ അനൗൺസ്മെൻറ്റ് ബിഗ് ബോസ് ചെയ്യുകയാണ്. അപ്പോൾ ഇത് അവർ ഓൾറെഡി എക്സ്പെക്റ്റ് ചെയ്ത കാര്യമാണ്. ബിന്നി അവിടെ കരയുന്നുണ്ട്. ഒബ്വിയസ്ലി സങ്കടമാവും. 4 ദിവസം നിന്നല്ലേ, പെട്ടെന്ന് പോയാലും അത്ര സങ്കടം കാണത്തില്ല. പക്ഷേ എനിക്ക് ഇത്രയും ദിവസം വന്ന് നിന്നിട്ട് അറ്റാച്ച്മെൻറ്റ് ഒരു സപ്പോർട്ടൊക്കെ ആയിട്ട് നിന്നിട്ട് പെട്ടെന്ന് പോകുമ്പം അതിൻ്റേതായിട്ടുള്ളൊരു വിഷമം കാണും. ഇപ്പം ബിന്നി നൂബിനും കൂട്ടിയിട്ടുള്ളൊരു ലവ് സീനൊക്കെ കാണുന്നുണ്ട്. ഭയങ്കര ക്യൂട്ടായിരുന്നു. അതിനുശേഷം നൂബിൻ പുറത്തു പോയി. ആ ഒരു സ്ക്രീൻ സ്പേസ് കൃത്യമായിട്ട് അവിടെ നെവിൻ എടുക്കുന്നുണ്ട്. അത് നൂബിൻ വന്നപ്പോൾ തൊട്ട് ബിന്നിയെക്കാട്ടിൽ കൂടുതൽ സ്ക്രീൻ സ്പേസ് എടുത്തുകൊണ്ടിരിക്കുന്നത് നെവിൻ തന്നെയാണ്. അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ നൂബിൻ പുറത്തു പോയി. ഇവരുടെ കിച്ചൻ്റെ പ്രശ്നങ്ങൾ ഒരിക്കലും തീരത്തില്ല. ഇവിടെ വന്ന നാളെ തൊട്ട് ഇന്ന് വരെ 61ാമത്തെ എപ്പിസോഡ് വരെയും ഇവർ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കണ്ടൻറ്റ് കിച്ചണിനെ കുറിച്ചാണ്. അതും പ്രത്യേകിച്ച് അനീഷ്, അനുമോള്, അവിടെയുള്ള എല്ലാവരും അതൊക്കെ തന്നെയാണ്. അപ്പോൾ ആസ് യൂഷ്വൽ അനീഷ് രാവിലെ വന്ന് അനുവിനെ വിളിക്കുകയാണ്. അനു വന്ന് കുക്ക് ചെയ്യണം. അപ്പോൾ അനു പറയുന്നുണ്ട് ഞാൻ പല്ല് തേക്കാൻ പോവുകയാണ്, ഞാൻ പല്ല് തേച്ചിട്ട് വരാമെന്ന്. പക്ഷെ അനുവും അക്ബറും തന്നെ കുക്ക് ചെയ്യണം. 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു ടീം. രാവിലെ 2 പേരും ഉച്ചയ്ക്ക് 2 പേരും എന്നുള്ള രീതിയിൽ എന്നൊക്കെ പറയുന്നുണ്ട് അനീഷ്. അപ്പോൾ അനു അതൊന്നും മൈൻഡ് ചെയ്യാതെ ആദിലയോട് ഡാൻസ് കളിക്കുന്നുണ്ട്. അപ്പം ബിന്നി അതിനെക്കുറിച്ച് ശക്തമായിട്ട് പറയുന്നുണ്ട്. ഉപ്പുമാവാണെങ്കിൽ രണ്ടാളെ കൊണ്ട് പറ്റും, പക്ഷെ അത് 2 ദിവസം കൊണ്ട് തീരും ഉപ്പുമാവ്. പക്ഷെ ചപ്പാത്തിയുടെ കേസ് വരുമ്പോൾ 4 പേര് തന്നെ കുക്ക് ചെയ്താലേ പറ്റത്തുള്ളെന്ന് ബിന്നി പറയുന്നുണ്ട്. അതേപോലെ തന്നെ ബിന്നി പറയുന്നുണ്ട് ഞാനിവിടെ ഗ്രൂപ്പ് കിച്ചണിൽ 4 പേരെയാണ് ഇട്ടത്, ഇപ്പോൾ എന്ത് പ്രശ്നമായാലും എല്ലാവർക്കും ഫുഡ് കറക്റ്റ് സമയത്ത് കിട്ടണമെന്ന് പറയുന്നുണ്ട്. അതേപോലെ അക്ബർ പറയുന്നുണ്ട് ഭാവിയിൽ ഇങ്ങനൊരു ഞങ്ങളെ കുറച്ച് 2 പേരെയും പോയിന്റ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അനീഷ് ഇപ്പം ഇങ്ങനെ ഗ്രൂപ്പ് സ്പ്ലിറ്റ് ചെയ്തെന്നും അക്ബറിൻ്റെ വശം. അതിനുശേഷം കണ്ടസ്റ്റൻസ് എല്ലാവരും ലിവിംഗ് റൂമിൽ വന്നിരിക്കുന്നു. ബിഗ് ബോസ് അനൗൺസ് ചെയ്യാണ് ഒനീലിൻ്റെയും നെവീൻ്റെയും ലക്ഷ്മിയുടെയും വീട്ടിൽ നിന്ന് ഫാമിലി വരാൻ പോവുകയാണ്. അപ്പോൾ 3 പേരും ഒരുമിച്ചായിരിക്കും ടാസ്ക് ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. ലക്ഷ്മി ഭയങ്കരമായിട്ട് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് ഫാമിലി, കുഞ്ഞിനെയും അമ്മയും കാണാൻ വേണ്ടി. അതുപോലെ ഒനീൽ ഭയങ്കര ഹാപ്പി ആയിരുന്നു. നെവീനും അതേപോലെ ഹാപ്പി ആയിരുന്നു. അപ്പോൾ ബിഗ് ബോസ് 3 പേരെ ഇൻവൈറ്റ് ചെയ്തു ആക്ടിവിറ്റി റൂമിൽ പോയി ടാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അവരുടെ ആക്ടിവിറ്റി റൂമിൽ അവരുടെ ടാസ്ക് ആയിരുന്നു കാണിച്ചത്. ടാസ്കിൽ മോഹൻലാലിൻ്റെ പടം ബിഗ് ബോസ് 7ൻ്റെ പണി എന്നുള്ളൊരു വലിയ പിക്ചർ പസിൽ കൊടുത്തിട്ട് അത് ഒരുമിച്ച് 3 പേര് ഒരേപോലെ ചെയ്യണം ഡിഫറെൻറ്റ് ബോർഡ്സിൽ. ആ പസിൽ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു. അപ്പോൾ അവരത് 3 പേരും നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തു. അതിന് ശേഷം അവർക്ക് ബോക്സിനകത്ത് അവർക്ക് 3 പേർക്കുള്ള സെപ്പറേറ്റ് പണികളുണ്ട്. അപ്പോൾ അതെടുത്ത് വായിച്ച് എന്നിട്ട് അവരത് ചെയ്തു. ലക്ഷ്മിക്ക് കിട്ടിയ ടാസ്ക് എന്ന് പറയുന്നത് 9 ഗ്ലാസ്സിൽ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട്. അതിൽ ഈ ബോളുകൾ ഊതി ഊതി ഓരോ ഗ്ലാസ്സുകളിലുമായിട്ട് 9 ഗ്ലാസ്സുകൾ ഇടുക എന്നുള്ളതാണ് ടാസ്ക് കിട്ടിയിരിക്കുന്നത്. ഉള്ളതിൽ കുറച്ച് ഈസി ആയിട്ടുള്ള ടാസ്ക് കിട്ടിയത് ലക്ഷ്മിക്കായിരുന്നു. ലക്ഷ്മി അത് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്. ഒനീലിന് കിട്ടിയത് കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള ടാസ്ക് ആയിരുന്നു. ഈ നൂലിൽ കൂടി ബോൾ കൊണ്ടുപോയി ഓരോ ബക്കറ്റിലിടുക എന്നുള്ളതായിരുന്നു. ഒനീലിന് കുറച്ച് കഷ്ടപ്പാടായിരുന്നു. ഒനീൽ എന്തൊക്കെയോ കിടന്ന് അതിനെക്കുറിച്ച് ബിഗ് ബോസിന് പരാതിയും പറയുന്നുണ്ടായിരുന്നു. നെവിന് കിട്ടിയ ടാസ്ക് ഭയങ്കര രസകരമായിരുന്നു. 2 സൈഡിലും തൊപ്പിയുടെ 2 സൈഡിലും ടീ ബാഗ് തൂക്കിയിട്ടിട്ടുണ്ട്. അത് രണ്ടും ഓപ്പോസിറ്റ് വശത്തോട്ടാക്കുക എന്നുള്ളതായിരുന്നു. നെവിൻ നന്നേ ബുദ്ധിമുട്ടുന്നുണ്ട്, എന്തൊക്കെയോ കോപ്രായങ്ങൾ കിടന്ന് കാണിക്കുന്നുണ്ട്. ലക്ഷ്മിയാണ് ഫസ്റ്റ് ടാസ്ക് ഫിനിഷ് ചെയ്തത്. ലക്ഷ്മി അതിനുശേഷം ഒനീലിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, കുറച്ച് മോട്ടിവേഷനൊക്കെ കൊടുത്ത് എൻകറേജ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഒനീലും ടാസ്ക് ഫിനിഷ് ചെയ്തു. അതിനുശേഷം അവർ 2 പേരും നെവീനെയും പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ടാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. നെവിലിന് ഭയങ്കര ഓവർ എക്സ്പെക്ഷനൊക്കെ ഇട്ടാണ് ടാസ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം ഷാനവാസും ജിസേലും തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജിസേൽ ഇപ്പോൾ ആകെപ്പാടെ ഒരു ആശയക്കുഴപ്പത്തിലാണ്. താൻ ഇനി എങ്ങനെ നിൽക്കും, ആരോടെ നിൽക്കും. തനിക്ക് ആകെപ്പാടെ ഉണ്ടായിരുന്ന ഒരു പിടിവള്ളി, ഒരു ഗെയിം സ്ട്രാറ്റജിയൊക്കെ ആര്യനായിരുന്നു. ഇപ്പോൾ ആര്യൻ കൂടെ ഇല്ല. ആര്യൻ ഇപ്പം നൈസായിട്ട് ഒഴിവാക്കിക്കൊണ്ടിരിക്കുക. അത് ജിസേലിന് മനസ്സിലാവുന്നുണ്ട്. അപ്പം ജിസേൽ അത് ഷാനവാസിൻ്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ജിസേൽ അക്ബറിനെക്കുറിച്ചും ഷാനവാസിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അക്ബർ ഇന്ന പോലെ എൻ്റെയും ആര്യൻ്റെയും പ്രശ്നം കുറച്ച് വഷളാക്കാനും മറ്റുള്ളവരുടെ മുൻപിൽ അത് കുറച്ചും കൂടെ ഒന്ന് വലുതാക്കാനും ശ്രമിക്കുന്നുണ്ടെന്നൊക്കെ. അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട് നീ അക്ബറിനെ വിശ്വസിക്കരുതെന്ന് ഞാൻ പറഞ്ഞതല്ലേ, അക്ബർ ഒരു കഴുകനാണ്, അവൻ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നിങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം നെവീൻ്റെയും അതേപോലെ തന്നെ ലക്ഷ്മിയുടെയും
ഒനീലിൻ്റെയും വീട്ടിലെ ഫാമിലീസ് എല്ലാം വരുവാണ്. അപ്പം ഏകദേശം ലക്ഷ്മിക്ക് മനസ്സിലായെന്ന് തോന്നുന്നു കുഞ്ഞ് വരുന്നില്ല എന്നുള്ളത്. ലക്ഷ്മി ചെറുതായിട്ടൊന്ന് കരയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വന്നു, എല്ലാവരും പരസ്പരം ഹഗ് ചെയ്തു, ഭയങ്കര സ്നേഹത്തോടെ ലിവിങ് റൂമിലേക്ക് എല്ലാവരും പോവുകയാണ്. അതിനുശേഷം ലക്ഷ്മിയുടെ അമ്മ ലക്ഷ്മിയെ കൂട്ടിക്കൊണ്ട് റൂമിൽ പോയിട്ട് പറയുന്നുണ്ട്, നീ ഒനീലിൻ്റെ വിഷയത്തിൽ പറഞ്ഞത് അത് അനലൈസ് ചെയ്ത് നീ സോറി പറഞ്ഞതിൽ എനിക്കൊരു സന്തോഷമുണ്ട്, നമ്മൾ അങ്ങനെ തന്നെ ആണല്ലോ മോളെ എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം ലക്ഷ്മിയുടെ അമ്മ എല്ലാവരെയും പരിചയപ്പെടുത്തുകയാണ്. ലക്ഷ്മിയുടെ അമ്മയുടെ വീട് അമ്പലപ്പുഴയാണ്. അതിനോടൊപ്പം തന്നെ ലക്ഷ്മിയുടെ അമ്മ രസകരമായ ഒരു കാര്യം പറയുന്നുണ്ട്, നിങ്ങളെല്ലാവർക്കും അമ്പലപ്പുഴ വീട്ടിലേക്ക് സ്വാഗതം, അതിലേക്ക് നൂറയ്ക്കും ഇവളെ വീട്ടിൽ കയറ്റിയില്ലെങ്കിലും ഞാൻ സിറ്റ് ഔട്ടിൽ വന്നുകൊണ്ടിരുത്തും എന്നൊക്കെ പറയുന്നുണ്ട്. അതൊരു ആവശ്യമില്ലാത്തൊരു പരാമർശമായിരുന്നു, പക്ഷെ അവർക്ക് വേറെ ഒന്നും പറയാനില്ല. കാരണം മകൾ ഓൾറെഡി ഒരു പ്രസ്താവന നടത്തിപ്പോയി, മകൾക്കെതിരെ നിൽക്കാനും പറ്റില്ല, എന്നാൽ ഓഡിയൻസിൻ്റെ ഇത് കണക്കിലെടുത്തിട്ട് ഇവരെ തള്ളി പറയാനും പറ്റത്തില്ല. അതിനുശേഷം നെവീനും പിന്നെ അതേപോലെ ഒനീലും അവരുടെ ഫാമിലിയെ പരിചയപ്പെടുത്തുന്നുണ്ട്. അവർ രണ്ടുപേരും ഇവിടെ നിൽക്കുന്നതിലൊക്കെ ഭയങ്കര പ്രൗഡായെന്നൊക്കെയാണ് അവർ രണ്ടുപേരും പറയുന്നത്. പിന്നെ നെവീൻ്റെ സഹോദരി നെവീനെ കുറച്ച് ഉപദേശങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്, നന്നായിട്ട് ഗെയിം കളിക്കണം, ഫോക്കസ് ഫുഡിലോട്ട് മാത്രമായി പോകരുതെന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ ഒനീലിൻ്റെ മമ്മി ഒനീലിനുണ്ടായ ആ ഒരു ഇൻസിഡൻറ്റിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. ഒനീലായതുകൊണ്ടാണ് അതൊക്കെ പിടിച്ചു നിർത്തിയത് എന്നൊക്കെ പുള്ളിക്കാരത്തെ കുറച്ച് കാര്യമായിട്ട് അവിടെയുള്ള ആൾക്കാരുടെ അടുത്തൊക്കെ സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം എല്ലാവരുടെയും ഫാമിലി തിരിച്ചു പോകേണ്ട ടൈമാണ്. അപ്പോൾ ഒനീലിൻ്റെ മമ്മി കടന്ന് നല്ലൊരു വിളിച്ച് പറയുന്നുണ്ട്, എല്ലാവരും കപ്പായിട്ട് വരണം, എല്ലാവർക്കും കപ്പ് എടുക്കാൻ പറ്റത്തില്ല മമ്മി, അവിടെ ആർക്കെങ്കിലും ഒരാൾക്ക് കിട്ടത്തുള്ളൂ. അതിനുശേഷം നമ്മുടെ അനുവിൻ്റെ ഒരു ഗെയിം അവിടെ ഷാനവാസ് എക്സ്പോസ് ചെയ്യാണ്. കഴിഞ്ഞ ദിവസം മട്ടൺ പീസ് എടുത്തെന്ന് പറഞ്ഞിട്ട് ഷാനവാസിനെയും ആര്യനെതിരെ അനു കുറേ അലറി വിളിച്ചിരുന്നു. ഇന്ന് അതേ ഒരു കുറ്റം തന്നെ അനു ചെയ്തിരിക്കുകയാണ്. അലുവ കിട്ടിയിട്ടും അത് കിട്ടിയില്ലെന്ന് പറഞ്ഞ് പിന്നീട് അടുത്ത് പോയി രണ്ടാമത് മേടിക്കുന്നുണ്ട്. ഫുഡിന് ഇത്ര ക്ഷാമമാണ് ബിഗ് ബോസിൽ. അപ്പം ബിന്നി അത് ഷാനവാസ് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്, നീ എന്തൊരു കള്ളിയാടി, അതുപോലെ തന്നെ അനു തിരിച്ചും പറയുന്നുണ്ട്. ബിന്നി അപ്പോൾ പറയുന്നുണ്ട്, നീ ചെയ്തത് കള്ളമാണ്, ഇന്നലെ അവർ ചെയ്തത് കള്ളത്തരാണെങ്കിൽ നീ ചെയ്തതും കള്ളമാണെന്ന് ബിന്നിയും പറയുന്നുണ്ട്. അതിനുശേഷം അനുവിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നൊരു പഴം മോന് കൊടുക്കണം, അത് സ്റ്റോർ റൂമിൽ വെച്ചോട്ടെ എന്നുള്ളത് ലക്ഷ്മി ഒരു റിക്വസ്റ്റ് ബിഗ് ബോസിന് കൊടുക്കുകയാണ്. ബിഗ് ബോസ് ഓക്കെ പറഞ്ഞു. ലക്ഷ്മി ഒരു ഉമ്മയൊക്കെ ബിഗ് ബോസിന് കൊടുക്കുന്നുണ്ട്, കൂടെ അക്ബറും കൊടുക്കുന്നുണ്ട്. ലക്ഷ്മിക്ക് ഭയങ്കര ഹാപ്പിയായി അത് ബിഗ് ബോസ് ചെയ്തപ്പോൾ. ഒരു ചെറിയ പഴമാണ്. അതിനുശേഷം നമ്മുടെ മൂവർ സംഘം പട്ട ഗേൾസ് അവിടെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ആരും മൂന്ന് പേരും മൈക്കൊന്നും മര്യാദയ്ക്കല്ല ധരിച്ചിരിക്കുന്നത്. ബിഗ് ബോസ് അത് അനൗൺസ് ചെയ്യുമ്പം അതിലെന്തൊക്കെയോ ബിഗ് ബോസിനെ പറയുന്നുണ്ട്, എന്നിട്ട് ഇവരെല്ലാം കൂടെ പൊട്ടിച്ചിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ വട്ടത്തെ ബിഗ് ബോസിലുണ്ടല്ലോ, ബിഗ് ബോസിന് ആർക്കും ഒരു വിലയില്ല. അവർ ചുമ്മാ ഒരു കോമഡി പീസ് പോലെ ബിഗ് ബോസിനെ കാണുന്നത്. എന്തൊക്കെയോ ബിഗ് ബോസിനെതിരെ കമൻറ്റ് പറഞ്ഞിട്ട് മൂന്ന് പേരും കൂടെ ഒട്ടുന്ന് ചിരിക്കുന്നുണ്ട്. ജിസേലും ആ ടൈമിൽ അവിടേക്ക് കടന്നു വരുന്നുണ്ട്. ജിസേലും എന്തൊക്കെയോ പറയുന്നുണ്ട്. ജിസേലിൻ്റെ അടുത്തും പറയുന്നുണ്ട് മൈക്ക് ധരിച്ചാൽ മാത്രം പോരാ, അത് ഓണാക്കണം എന്നൊക്കെ, അല്ലെങ്കിൽ ബാറ്ററി മാറണം. ജിസേൽ അപ്പോൾ അതൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിവേ ബിഗ് ബോസിന് ആർക്കും വലിയ വിലയൊന്നുമില്ല ഈ വട്ടത്തെ ബിഗ് ബോസിൽ. അത് ഭയങ്കര എവിഡൻ്റ് ആണ്, ഭയങ്കര വിസിബിളാണ് അത് അവരുടെ ഓരോ സംസാരത്തിലും. പ്രത്യേകിച്ച് അനുവിനൊന്നും ഒരു റെസ്പെക്റ്റും ഇല്ലാതെ സംസാരിക്കുന്നത്. പക്ഷേ ഇതിന് മുന്നേയുള്ള ബിഗ് ബോസിലൊക്കെ ഭയങ്കര ആൾക്കാർക്ക് ഭയങ്കര ഒരു വില ഉണ്ടായിരുന്നു. അതത്ര ശരിയായിട്ടുള്ള നടപടിയായിട്ടൊന്നും തോന്നുന്നില്ല. പിന്നെ അതിനുശേഷം അക്ബറും ഷാനവാസും ഒനീലും എല്ലാം കൂടി ഇരുന്ന് ലക്ഷ്മിയുടെ അമ്മയെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. മോള് പറഞ്ഞു വീട്ടിൽ കയറ്റില്ല, അമ്മ പറയുന്നു സിറ്റ് ഔട്ടിൽ കൊണ്ടിരുത്തുമെന്നൊക്കെ, ഇതിനൊക്കെ പറയേണ്ട കാര്യമുണ്ടോ എന്നൊക്കെയാണ് അവർ സംസാരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അമ്മ എന്ന നിലയിൽ ഒരു മോള് പറഞ്ഞൊരു പ്രസ്താവന അവർക്ക് ഒരു പബ്ലിക്കായിട്ടൊന്നും എതിർത്ത് പറയാൻ പറ്റത്തില്ല. പക്ഷേ അതിലെ നൂറയോടുള്ള പുറത്തുള്ള സപ്പോർട്ട് വെച്ചിട്ട് അവർക്ക് എതിരെ പറയാനും പറ്റില്ല. ആ ഒരു സിറ്റുവേഷനിൽ അവർ പറഞ്ഞു പോയ വാക്കാണത്. എനിവേ ഇപ്പോൾ അവരതിനെക്കുറിച്ചൊക്കെ ഉള്ളൊരു ഡിസ്കഷനാണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനുശേഷം പിന്നെ ഒരു സ്പോൺസേഡ് ടാസ്ക് ആയിരുന്നു, കായത്തിൻ്റെ പ്രൊമോഷന് വേണ്ടിയിട്ടുള്ള ഹെൽത്തി ഗ്രോസറി കായം. അത് അവരെല്ലാം വൃത്തിയായിട്ട് അവർ ചെയ്തു. സ്പോൺസേഡ് ടാസ്ക് ഒക്കെ എപ്പോഴും ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. അവർ ഏറ്റവും മനോഹരമായിട്ട് തന്നെ അത് ചെയ്യാൻ എപ്പോഴും ട്രൈ ചെയ്യാറുണ്ട്. അതിനുശേഷം പിന്നെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഫുഡ് കഴിക്കുന്നു. അതിൻ്റെ അടിയാണ് ആസ് യൂഷ്വൽ. ഇത് വിട്ടവർക്കൊരു കളിയില്ല, ഇതാണ് ഇവരുടെ മെയിൻ കണ്ടൻറ്റ് തന്നെ, പിന്നൊന്നും പറയാനില്ല. അതിനുശേഷം ജിസേലിൻ്റെ വസ്ത്രധാരണത്തെക്കുറിച്ച് ഷാനവാസ് പറഞ്ഞിരിക്കുന്നതും മറ്റുള്ളവരുടെ വിലയിരുത്തലിനെക്കുറിച്ചും തനിക്ക് വേണമെങ്കിൽ അതൊക്കെ ഇട്ട് മലയാളി പ്രേക്ഷകരെ പിടിച്ചിരുത്താമായിരുന്നു, പക്ഷേ ഞാൻ അത് റിയലിസ്റ്റിക് അല്ലല്ലോ, ഞാനപ്പോൾ റിയലായിട്ട് നിൽക്കാൻ ആഗ്രഹിക്കുന്നു എന്നൊക്കെ ഒനീലിനോടും സാബുമോനോടും പറയുന്നുണ്ട്. അതിനുശേഷം ഷാനവാസും ഒനീലും അക്ബർ ആദിലെക്കുറിച്ചും നൂറയെക്കുറിച്ചും പറഞ്ഞൊരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. നമ്മുടെ ജനറേഷൻ ഇതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ കൂടിയും അവരതെടുത്ത തീരുമാനമാണ്. അപ്പോൾ അവർ മനുഷ്യരാണ്. അപ്പം അതിലേക്ക് നൂറയ്ക്കും ആരുമില്ലെന്നതിനെക്കുറിച്ച് അവർ അത്രയധികം വിഷമിക്കുന്നുണ്ട്. അപ്പോൾ അക്ബർ ഇങ്ങനെയൊക്കെ പറഞ്ഞത് ശരിയാണോ, എന്തെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വരാൻ ദിയാസാനയൊക്കെ അല്ലേ ഉള്ളൂ എന്നുള്ള രീതിയിൽ അത് അവരെ വല്ലാതെ മുറിവേൽപ്പിച്ചു. അതുകൊണ്ടാണ് ആദിലെ നൂറയും അക്ബറിനിട്ട് ശരിക്കും പണി കൊടുക്കുന്നതെന്നൊക്കെ ഷാനവാസ് പറയുന്നുണ്ട്.
അതിനുശേഷം അനുമോള് നിവിനെ ഭയങ്കരമായിട്ട് ഉപദേശിക്കുകയാണ്. നിനക്ക് നിൻ്റെ അമ്മയും അനിയത്തിയും വന്നപ്പോൾ അത്ര സന്തോഷമൊന്നും കണ്ടില്ലല്ലോ. നമ്മുടെ ജീവിതത്തിൽ ഫ്രണ്ട്സ് അല്ല, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ടത് അമ്മയും അനിയത്തിയും നമ്മുടെ ഫാമിലിയാണ്. നീ അവരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണണം. നീ ഫ്രണ്ട്സിനല്ല വാല്യൂ കൊടുക്കേണ്ടത്. നമുക്കൊരു പ്രശ്നം വരുമ്പോൾ നമ്മുടെ കൂട്ടത്തിൽ നമ്മുടെ ഫാമിലിയെ കാണത്തുള്ളൂ. പക്ഷേ ഈ പറയുന്ന അനുമോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ലൈഫിൽ ഓരോരുത്തരും ഓരോ രീതിയാണ് അല്ലേ. അനുമോളുടെ ജീവിതമല്ല മറ്റുള്ളവരുടെ ജീവിതം. അത് അനുമോൾ മനസ്സിലാക്കാതെയാണ് അനുമോളുടെ ജീവിതത്തെ വെച്ചിട്ടാണ് അനുമോൾ പറയുന്നത്. അപ്പം നെവിൻ അത് ഒനീൻ്റെ അടുത്തും ഷാനവാസിൻ്റെ അടുത്തൊക്കെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഞാൻ എൻ്റെ ഫാമിലിയിൽ ഞാനൊരു അച്ഛൻ്റെ പോലെയാണ്. ഞാൻ ആ ഒരു ഇതാണ് അവർക്ക്. പക്ഷേ എന്നെ ഇവിടെ എത്തിക്കാൻ സഹായിച്ചത് എൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ ഞാൻ അവനെ ഇവിടേക്ക് എക്സ്പെക്ട് ചെയ്യുന്നതിൽ എന്താ തെറ്റ്? അപ്പോൾ അനുമോൾ അത് മനസ്സിലാക്കാതെയാണ് ശരിക്കും അവിടെ സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അത് നെവിൻ അത് വ്യക്തമായിട്ട് ഇവിടെ പറയുന്നുണ്ട്. അതിനുശേഷം ആദിൽ അനുമോളുടെ അടുത്ത് പറയുകയാണ്, ഞാൻ എൻ്റെ സിസ്റ്റേഴ്സിനൊക്കെ ഇവിടെ ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്തു, അവർ പർദ്ദയൊക്കെ ഇട്ട് വരുന്നത്. അത് അവരുടെ ഒരു വിഷമം പറയുകയാണ്. അപ്പോൾ അനു പറയുന്നുണ്ട്, നമുക്കിനി പുറത്തിറങ്ങാൻ പർദ്ദയൊക്കെ ഇടണം, കൊച്ചി കൂടെ ഒക്കെ നടക്കണം, വേണേൽ നിൻ്റെ വീട്ടിൽ പോകാമെന്ന്. അപ്പോൾ അതിൽ നൈസായിട്ട് പറയുന്നുണ്ട്, നിനക്ക് അടി കിട്ടിക്കഴിഞ്ഞാൽ എന്നെയൊന്നും പറയരുത്. അപ്പോൾ അനു ചോദിക്കുന്നത്, ഞാൻ വീട്ടിൽ പോയി അവരെന്നെ അടിക്കും. അപ്പോൾ അവർ പറയും അടിക്കത്തില്ല, പക്ഷേ അവർ പാനിക്കാവും, പിന്നെ എന്തെങ്കിലും ഇഷ്യൂ ആയിക്കഴിഞ്ഞാൽ എന്നെ ഒന്നും പറയരുതെന്നൊക്കെ അതിലെ തമാശയ്ക്ക് ഇങ്ങനെ പറയുന്നുണ്ട്. അതിനുശേഷം ആദില നൂറയുടെ ഒരു ക്യൂട്ട് കോൺവെർസേഷൻ ആയിരുന്നു. ആദിലയോട് നൂറ് പറയുകയാണ്, ഇത്രയും ഞാൻ എക്സ്പെക്റ്റ് ചെയ്തില്ല, എനിക്ക് എൻ്റെ കണ്ണുകളെ ശരിക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇത്രയും ആൾക്കാരൊക്കെ നമ്മളെ അക്സെപ്റ്റ് ചെയ്തല്ലോ, പുറത്ത് ഇത്രയും ഹേറ്റ് ഉണ്ടായിട്ടും ഇവിടെ വരുന്നവരൊക്കെ നമ്മളെ ചേർത്ത് പിടിക്കുന്നുണ്ട്. ഇപ്പോൾ മനസ്സിലായി സ്നേഹത്തിന് ഒരു ബൗണ്ടറിയും ഇല്ലെന്ന്. നമ്മളെവിടെ പോയാലും നമ്മുടെ കൂടെ നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളുണ്ടെങ്കിൽ നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും, ഭയങ്കര സേഫ് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ആദിലേക്ക് ഒരു കിസ്സൊക്കെ കൊടുത്തുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് കഴിഞ്ഞത്.